ഹായ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ മിക്സഡ് ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല ക്രഷ് ചെയ്തൊന്ന് എടുക്കണം. ഓവറായിട്ട് അരഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത സവോള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സവോള വറുത്തെടുത്ത എണ്ണ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലാണ് ചിക്കനിലേക്കൊക്കെ എല്ലാം പിടിച്ച് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിലേക്ക് നമുക്ക് ഈ ബിരിയാണി പോട്ട് വെക്കാം. ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഒരു കുക്കർ വെക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 30 മിനിറ്റ് കുതിർത്തെടുത്ത ജീരകശാല റൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്നത്. ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ശേഷം 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. 1 വിസിൽ വന്ന ശേഷം കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയ ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ പ്രഷർ പോയി വന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. അപ്പോൾ റൈസൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായി പോയിട്ടില്ല, നല്ല പരുവത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ബിരിയാണി പോട്ട് വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റൈസ് ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കാഷ്നട്ട്, റേസിൻസ്, സവോള വറുത്തതും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും സവോളയും കിസ്മിസും ഒക്കെ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവി കയറി ചോറൊക്കെ ഒന്ന് കുക്കായി കിട്ടാനായിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാല്, മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസ് കൂടെ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.